ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. മാഷാ അല്ലാ, ഞാനിവിടെ സേഫ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റംസാൻ സ്പെഷ്യൽ മട്ടൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ചിക്കനൊക്കെ ഒരുപാട് പേര് കഴിച്ചിട്ടുണ്ടാകും, ട്രൈ ചെയ്തിട്ടുണ്ടാകും. മട്ടൻ അത്രയ്ക്ക് അങ്ങോട്ട് ആരും ട്രൈ ചെയ്യാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെ മട്ടൻ കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പം നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മട്ടൻ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് വേവാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. അപ്പം ഇത് നല്ല ഇളയ മട്ടനാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളെ മട്ടൻ്റെ ഒക്കെ ഒരു വേവിനനുസരിച്ചിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ. നമ്മൾ മട്ടൻ അവിടെ വെന്ത് അവിടെ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് മസാല ഒന്ന് റെഡിയാക്കാം. അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിലേക്ക് ഒന്ന് ഓയിൽ ചൂടായി വരുമ്പം ഒരു 4 or 5 വലിയ സവാള ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊന്നിട്ട് വഴറ്റാം. അതൊന്ന് വഴന്ന് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്ന് തരട്ടെ. ഇനി ഇതിലേക്ക് പച്ചമുളക് ഞാനൊരു 3-4 ചെറിയ പച്ചമുളക്, അധികം എരിവില്ലാത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് അധികം സ്പൈസി ആയിട്ടുള്ള ഒരു മസാലയല്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മട്ടൺ നന്നായിട്ട് കൈകൊണ്ട് പിച്ചി എടുത്തിട്ടുള്ളതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് നന്നായിട്ട് വഴന്നൊന്നും വരണ്ട. ഇനി നമ്മളെ മട്ടനൊന്ന് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മളെ കുരുമുളക് പൊടിയാണ്. അപ്പം ഞാൻ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളക് പൊടി കൂട്ടാവുന്നതാണ്. ഇനി ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകമാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, നന്നായിട്ട് ചതച്ചിട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് നമ്മൾ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ പാകത്തിനുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മസാലകളെ ഇതിലിടണുള്ളൂ. ഇനി നമുക്ക് മല്ലിയില അതുപോലെ തന്നെ വേപ്പിലയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മൾ അധികം സ്പൈസി അല്ലാത്ത എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആ ചെറിയ ജീരകമൊക്കെ വരുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കട്ട്ലറ്റിന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം, എന്നാലും അതാണ് ടേസ്റ്റ്. ഇനിയിവിടെ ഞാൻ ഒരു 2 വലിയ ഉരുളൻകിഴങ്ങ് ഒന്ന് ഉപ്പിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ ഈ ടൈമിൽ ഉപ്പ് അതുപോലെ തന്നെ എരിവ് കുറവുണ്ടെങ്കിൽ പച്ചമുളകൊക്കെ വേണമെങ്കിൽ ഈ ടൈമിലൊന്നും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് മട്ടൻ കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും മട്ടൻ കഴിക്കാത്തവർക്ക് പോലും ഇങ്ങനെ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്കത് ഇതിൽ മട്ടനാണ് വെച്ചിരിക്കുന്നത് മനസ്സിലാവില്ല. അവർ തീർച്ചയായിട്ടും ഇത് കഴിച്ചിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് തന്നെയാണിത്. അപ്പോൾ റംസാനൊക്കെ വരുമ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കണം, നോമ്പിന് ഉണ്ടാക്കി നോക്കണം. തീർച്ചയായിട്ടും ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ തന്നെ വേണമെന്നില്ല, റൗണ്ട് ഷേപ്പിലായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് കട്ട്ലറ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാതും ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെ എനിക്കൊരു 1/2 കിലോ മട്ടനിൽ ഒരു 17-18 എണ്ണമാണ് കട്ട്ലറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയത്. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു മുട്ട അല്ല കേട്ടോ, 2 മുട്ട വേണം. ഞാനിപ്പോൾ ആദ്യം ഒരു മുട്ട എടുത്തിട്ടുള്ളൂ. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് ആദ്യം മുട്ടയിലൊന്ന് മുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്കതൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാതും ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്ക് പാൻ വെച്ചിട്ട് ഇതൊന്ന് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പം
ഇതിലേക്ക് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കട്ട്ലറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇനി അധികമൊന്നും കുക്കാവാനില്ല. അപ്പോൾ ജസ്റ്റ് നമ്മൾ അതിൻ്റെ പുറം ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. നമ്മളെ ബ്രെഡ് ക്രംസ് ഒന്നും കരിഞ്ഞു പോവാതെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് വൺ സൈഡ് ഒന്ന് കുക്കായി വന്നാൽ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാതും എടുത്തിട്ട് നെക്സ്റ്റും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പം എന്നോട് ഫീഡ്ബാക്ക് അറിയിക്കുക. താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ്സ് ചെയ്താൽ മതി. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുക. ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും തീർച്ചയായിട്ടും പറയാം കേട്ടോ. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചൂട് മട്ടൻ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് സോസിൻ്റെ കൂടെയോ നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.